വേണ്ട ക്യാം മാത്രമേ അത് വേണ്ടേ? അത് അവിടുത്തെ സാധാ ക്യാമ ഇത്തെ കൊടുത്താലും പോരെ? അതിന് കണ്ടിച്ചു തരുമോ? അയ്യോ നാരായണിയേ, ഈ സൈഡിൽ എൻ്റെ മറ്റേ സ്നേക്കിന്റെ റിങ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ സ്നേക്ക് റിങ്, പാമ്പ് മുതല കുറച്ച് തരും. ടാറ്റ ടാറ്റ. കൊണ്ടുവരാം. ഇന്ന് നാരായണ പോ. അതിനവിടെ അതെന്തുണ്ട്? പൂച്ചയായിരിക്കും. അതല്ല, വേറെ പൂച്ച. പാമ്പാണ്. എന്നെ എടുക്കാൻ പറഞ്ഞോ? ആ ഇല്ല, നാരായണ ശാമ്പ് ഒരു ഒറ്റയ്ക്ക് നിൽക്കും. ഇവിടെ എടുക്കും. ആ പാമ്പായിരുന്നു. ആ ഇതിൻ്റെ വണ്ടക്ക് കയറി. ആ ചെടി നിൽക്കുന്നില്ലേ? ഇതേ പോകുന്നു. ആ ചേരയാ ഇതേ റോഡിലോട്ട് വരുന്നുണ്ട്. അങ്ങോട്ടല്ല മുടങ്ങാണ്ടിരുന്നെന്ന് തോന്നുന്നു. അങ്ങോട്ടോ വേർമാടത്തിരുന്നുണ്ട്. എലിയും ഈ കണ്ണാനൊക്കെ കൊണ്ട് കൂട് വെക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മുകളിൽ അങ്ങനെയൊക്കെ കയറുന്ന ഇങ്ങോട്ട് കയറി ആ ചെടിയിലോട്ട്. അതിൻ്റെ മുകളിൽ അങ്ങനെ ഉണ്ട്. ഇപ്പം നിലത്തോടല്ലോ പോകുന്നത്, അന്തരീക്ഷത്തിൽ കൂടെ ആണല്ലോ ഫുൾ ടൈം. ഞാൻ പത്തനംതിട്ട എടന്തൂര് വരെ ഒന്ന് പോവുക. ഇപ്പോൾ റാന്നി ബസ്സാണ്. റാന്നി ബസ്സിൽ കയറുവാണെങ്കിൽ കോഴഞ്ചേരി ചെന്നിട്ട് വേറെ ബസ്സിന് പോകണം. ആ ചേച്ചി വിളിച്ചു നോക്കട്ടെ, ഒന്ന് പോയാൽ മറന്നുപോയി.
കോഴഞ്ചേരിയിൽ നിന്ന് പത്തനംതിട്ട ബസ് കയറി എലന്തൂർ ഇറങ്ങണം. അങ്ങനെ പത്തനംതിട്ട ബസ് കിട്ടി. ഇനിയിപ്പം എലന്തൂർ പോയി ഇറങ്ങണം. എത്ര ബസ്സാണ് കയറി ഇറങ്ങണം അവിടെ എത്തുക. ഒരു ചേച്ചിയുടെ പാർലറിൻ്റെ അടുത്ത് വന്നെത്തിയിരിക്കുകയാണ്. ഡി ബ്രൈഡ്സ് അവിടെ കയറി പോവാം. ഉണ്ടാവോ ആവോ, ഞാൻ വരുമെന്ന് വിളിച്ച് പറഞ്ഞേ ഇല്ല. ചേച്ചി വർക്കിലാണ്. അതുകൊണ്ട് ചെരുപ്പൂരിട്ട് ഇവിടെ ആരും ചെരുപ്പൂരിയില്ലല്ലോ. ചെരുപ്പൂരിയില്ല. പിന്നെ ഞാൻ തന്നെ ഊരണം. അവിടെ പണിയൊന്നുമില്ല. ഗീതാസ് ബോട്ടിക്കോ പുതിയ തുടങ്ങിയാണല്ലോ. യെസ്, ഹായ് ഗായ്സ്. എന്നെ വന്നിട്ട് കുറെ നാളായല്ലോ. ഇതെന്തെ ആർക്കും എന്നാ വേണ്ട ഗൈസ്? എന്റെ പപ്പാക്ക് വേണ്ട, അമ്മക്ക് വേണ്ട. വെളിയിലാണ് ഗൈസ്, ഞാൻ വെളിയിലാണ് ഗൈസ്. കുഞ്ഞമ്മ പോകുന്നില്ല. പോണോ? ഇറങ്ങിയേക്കാം. പപ്പ എന്തി വന്നോളൂ കുഞ്ഞമ്മ. പട്ടിണിയല്ലേ? അല്ല, ഇന്ന് ഞാൻ ഷേക്ക് കുടിച്ചു, ചോറ് കഴിച്ചു. ഇത് കൊള്ളാലോ ക്യാമറ പുതിയ. ഞാനും വാങ്ങിക്കാൻ തുടങ്ങി. എൻ്റെ ബ്യൂട്ടി വ്ലോഗ് ചെയ്യണ്ടേ? കണ്ടില്ലായിരുന്നോ എൻ്റെ സാധനം? എൻ്റെ കണ്ടില്ലായിരുന്നോ? കണ്ടില്ല. ഇൻസ്റ്റാഗ്രാമില് മറ്റേ ബ്രൈഡിനെ ഒരുക്കിയത് കണ്ടില്ലേ? അല്ല, കുഞ്ഞമ്മ കണ്ടില്ലേ ഞാൻ ചെയ്തത്? നല്ല രസമില്ലായിരുന്നോ? ഇത് ഞങ്ങള് സ്പാ ചെയ്യുക. എന്റെ എത്നിക് ഡേ കോളേജിൽ. അപ്പൊ ഞാൻ പെഡിക്യൂർ ചെയ്തു. ഇല്ല കാണിക്കണ്ട, നെയിൽ പോളിഷ് അടിച്ചില്ല, അടിക്കണം. ഇനി സ്പാ ചെയ്യുന്നു. ഇനി എന്റെ സാരി തേക്കണം. അത് ഞാൻ തന്നെ ചെയ്തോളാം. നിങ്ങൾ ആരും വിഷമിക്കണ്ട. ചെയ്യുന്നില്ലല്ലോ. ചുമ്മാ ചേട്ടനെ കാണാൻ. നിങ്ങൾ ഈ ദിവസം ഫ്ലാറ്റ് മാറുമ്പോ ഞാൻ എവിടെ ഇങ്ങോട്ട് വരാനാ? എവിടെ എങ്ങനെ വരും? ഞാൻ ചേട്ടനെ കാണാനാ വന്നത്. ചേച്ചി കാണണ്ടല്ലോ. ചീഞ്ഞ ഫോണോട്ട് വിളിക്കാത്ത കുഴപ്പമുള്ളൂ. ഇടി തരട്ട് സമയം കഴിഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ ബഹുമാനം കൊണ്ട് മിണ്ടായിരിക്കുന്ന എനിക്ക് പൊക്കത്തിന് വ്യത്യാസം നോക്കി. വീട്ടിലോട്ടോ പറയാലോ നിങ്ങൾ വീട്ടിലോട്ട് വരാൻ. നീ കൊച്ചുള്ളത് പോകും. നിങ്ങളെ പോലെയല്ല, പഠിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കുറച്ച് സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് പോകുന്നത്. എന്താ സാധനം? മല കമ്പൽ. എവിടെയാണ്? സൗത്ത് ഇന്ത്യൻ നായിക്കിന്റെ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ തന്നെയാണ് സ്റ്റോപ്പ് ഇറങ്ങുന്നത്. നമ്മുടെ ആ ബാഗ് അവിടെ അവിടെ ഇത്ര എടുത്തോ? ഇത്ര എടുത്തോ? ഇത്രയും അടുത്താണ്. ഇതൊന്നും അല്ല. ഇനി എങ്ങോട്ടായിരിക്കും പോണ്ടേ? ഇത് മൈക്രോ ലാബോ? ഇത് തന്നെ. യെസ്, ഇതാ അതിന്റെ മണ്ടയ്ക്ക് കണ്ടോ ഒരു ജനൽ തുറന്നിട്ട് കിടക്കുന്നത്? അതാണ് നിങ്ങള് ഇവിടെ കൂട്ടി പറഞ്ഞ ചെറുക്കാൻ ഇത്ര നേരത്തെ അങ്ങോട്ട് കൂട്ടിയെന്ന് എനിക്ക് മനസ്സിലാവാതെ. ഇവനെ കൊണ്ട് തോറ്റു വാ ഫ്രണ്ട് കൂടെ. അപ്പൊ ഇതല്ല എന്റെ ഫ്രണ്ട്. അല്ല, പിന്നീട് ഇലന്തൂർ ബ്രാഞ്ച് KSFO. ഇതൊന്നും അല്ല. ഇവിടെ കുറച്ച് റൂംസ് ഒക്കെ വിളിച്ച് ഐ ഡോണ്ട് നോ. എൻ്റെ മദർ വീട് വൃത്തിയാക്കി വെച്ചേക്ക് വാങ്ങിക്കണം. മോസ്റ്റ് ഓഫ് ദ ടൈം ക്ലീൻ ആണ്. ഇറ്റ്സ് ഓക്കെ. എന്നെ ഇവിടെയാണ് അവർ
പുറത്തേക്ക് പൂട്ടിയത്. ഓ ഇവിടുന്ന് ഇങ്ങോട്ടാണല്ലോ നീ മാറിയത്. Yes. ഞാൻ പറയാം. ഞാനാണെങ്കിൽ അവിടെ പപ്പേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പപ്പ ഇങ്ങനെ കയറി അങ്ങ് പോയി, വാതിലും അടച്ചു. എന്നിട്ടൊരു അരമണി ഞാൻ ഇപ്പം നമ്മളിങ്ങനെ ആലോചിക്കുന്നല്ലേ കൊച്ചിൻ തീടി അവർ കൊച്ചിൻ തീടി എന്നൊക്കെ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു കുളിക്കാൻ പോലെ എങ്ങനെ തെടിപൊടി അമ്മ കണ്ടു. ഇല്ല ഇല്ലടേ ആ മുഖത്തേക്ക് പള്ളം പുതിയ ഫ്ലാറ്റ്. എന്നാൽ നമ്മുടെ വീടൊരു വീടായിരുന്നു. എനിക്ക് അതാ എന്നുള്ള ആവശ്യമുണ്ടോ? ഉള്ള ആവശ്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? അല്ല നമ്മുടെ വീടായിരുന്നു വീട്. നമ്മുടെ കിച്ചൺ ആയിരുന്നു കിച്ചൺ. ഓ ഇതത്ര കുറച്ച് വൃത്തിയാക്കിയാൽ മതിയല്ലോ. പക്ഷെ നമ്മുടെ ബെഡ്റൂം ആയിരുന്നു ബെഡ്റൂം. ഞങ്ങളൊക്കെ വന്ന പിന്നെ എവിടെ കിടക്കും? കൊള്ളാടി അടിപൊളിയാ. അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരാൾക്കൂട്ടം. ഞാൻ എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ അയ്യപ്പന്മാരെല്ലാം നിൽക്കുന്നത്. ഇതിപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് കാണുന്നത്. ഇതിപ്പം വീണതാണോ? ഇന്നലെ വീണാണോ? കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. ആ വരുന്നത് ഇല്ല, ഞാൻ കണ്ടില്ല. ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഇറങ്ങിയില്ല. ഇല്ല, ഇപ്പോഴാണ് ഞാൻ കണ്ടേ. ആ ആ 60,000 രൂപയ്ക്ക് തീരുമോ അത്? ഇതോടെ പോ. ആ വണ്ടി എടുക്കണ്ടല്ലേ? ആ ആർക്കൊന്നും പറ്റിയില്ലല്ലോ. ഇന്ന് വെളുപ്പിന് 3 മണിക്ക്. ആ ആ ആ ഞാനിപ്പോൾ അവിടെ താഴെയായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ ഉള്ളൂ. ആ ഞാൻ വീട്ടിൽ കയറിയില്ല. ഇവിടെ എത്തിയപ്പോഴാണ് വിളിച്ചത്. ആ പാല് അല്ല ഈ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ? അവരുണ്ടോ?
അങ്ങോട്ടൊക്കെ അവിടൊക്കെ പോകുന്നുണ്ട്. ആണോ? ആ ഓ രാത്രിയും നമ്മൾ കാണാനില്ലേ, എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ താഴെ തന്നെ എല്ലാം കിട്ടും. അത് വെച്ച് നോക്കുമ്പോ ഓക്കെ. എല്ലാം നമ്മൾക്ക് ഫാസ്റ്റ് ആണ്, ഫാസ്റ്റ് ഡെലിവറിയാണ്, ക്വിക്ക് ആക്സസ്. അതുകൊണ്ട് ക്യാഷ് പോകുന്ന വഴി അറിയില്ല. ചെറുതായിട്ടല്ല വലുതായിട്ട്. ഇന്നലെ ആണെങ്കിൽ മറ്റേ പുല്ലാട് വരെ പോണമല്ലോ. അതെ, ഇന്നലെ ഞങ്ങള് ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിച്ചു കഴിച്ചു. പിന്നെ ഞങ്ങൾ കപ്പ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കഴിച്ചു. ഇതിനിപ്പോ കുഞ്ഞമ്മ വാങ്ങിച്ചു ഒന്നും കിട്ടില്ല, ഒന്നുമില്ല, കഞ്ഞിയും പയറും മാത്രം. കഞ്ഞിയും പയറും മാത്രം. അത് വേണം. ഇത് പിന്നെ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനിവിടെ റിസപ്ഷനിലിരിക്കും. പപ്പ പറഞ്ഞത് കുഞ്ഞമ്മ അവിടെ നിർത്തി അവിടൊക്കെ ക്ലീൻ ചെയ്യിപ്പിച്ച് വീട്ടിൽ പണിയിരിക്കാൻ പറ്റിയല്ലാണ്ട് ഇങ്ങോട്ട് ചാടിയത്. അപ്പൊ വേണ്ടേ ചെയ്യൂടി, ചെയ്യും. എന്താ പപ്പായോട് നീ എന്താ പറഞ്ഞു വെച്ചു പറ്റുള്ള കുഞ്ഞമ്മ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലമായിരുന്നു. ആനാ എലന്തൂര്. അയ്യോ, എലന്തൂർ എന്ന് പറയുമ്പോൾ തന്നെ മറ്റേ മനുഷ്യക്കുരുതിയുടെ കാര്യങ്ങളാണ് ആദ്യം മനസ്സിലോട്ട് വരുന്നത് അല്ലേ? പക്ഷെ ഇഷ്ടമില്ലാത്ത സ്ഥലത്താണ് നമ്മളൊന്ന്. പക്ഷെ എനിക്ക് ഇഷ്ടമാട്ടോ, നല്ല കുഴപ്പമൊന്നുമില്ല, അത്ര വലിയ പ്രശ്നമുള്ള സ്ഥലമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടെ കാണിച്ചത് ഒന്നുകൂടെ ഒറ്റ തവണ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കട. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നെ വിളിക്കാൻ ആരുണ്ട്? ഐഡിയക്കാരുണ്ട്. അവർക്കൊരു സങ്കടം വരണ്ട. ഓ മേരി ക്രിസ്മസ്. ഓക്കെ, എന്തിനാളേ ആ ട്രീനകത്ത് ഒന്നുമില്ലേ? ഒന്നുമില്ല, ഇനി എല്ലാം വരുന്നതാണ് ഒരു സാരി. എന്റെ സാരി ലേറ്റ് നൈറ്റ് അപാരത. അവിടെ ചെന്ന് ചോറുണ്ടാക്കി കഴിക്കാനുള്ളതാണെന്നുള്ളൊരു ഓർമ്മ ഞാൻ അറിയില്ല. കുഞ്ഞമ്മ ചപ്പാത്തി ഉണ്ടാക്കാൻ ഇല്ല, അവര് ചപ്പാത്തി തിന്നാറില്ല. അത് തന്നെയല്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ആരിങ്ങനെ പഠിക്കാനൊരു അവസരം ആര് കൊടുക്കും? വേണ്ട. നിനക്ക് ഇത്രയാ ഒരു പഠിക്കാനുള്ള അവസരം. കുഞ്ഞമ്മ പോലും കുഞ്ഞമ്മ വല്യമ്മയുടെ അടുത്ത് വരുമ്പോഴേക്കും ഇവിടെ ഇത് തന്നെയാണോ? ഇന്ന് വൃത്തിയോടെ കിടക്കുമ്പോ തന്നെ കുഞ്ഞമ്മ വീഡിയോ ഒക്കെ എടുക്കുന്നു. അവർ മനസ്സിലാക്കി ഇതിനേക്കാൾ വൃത്തിയായി കിടക്കുന്നതെന്ന്. എടി, ഒരു പാർലർ വൃത്തിയോടായി കിടക്കുന്നത് എന്തുകൊണ്ടാ? കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട്, വർക്ക് ഉള്ളതുകൊണ്ട്. ഓക്കെ, ആ ഈ നാവില്ലായിരുന്നു നമ്മൾ ആരും ഭൂമിയിരിക്കില്ല, ജീവിക്കില്ല. അതെ, സത്യം. ഞാൻ അതല്ല ഇപ്പൊ എടുക്കാതിരുന്നേ. ആ, അതുകൊണ്ട് മാത്രമല്ല, ചിലപ്പോ ചില കസ്റ്റമർക്ക് അത് ഇഷ്ടമല്ലല്ലോ.
ആ ഓ വേണ്ട, അത് കുഴപ്പമൊന്നുമില്ല. വരുന്നില്ലയോ? ഇതൊക്കെ ഈ ഇരുട്ടിന്റെ ആത്മാവിനെ പോലെ ഇവിടെ ഇരിക്കുന്നതോ കാരണം ധാര വരുന്നേ. ഇത് വെച്ച് പൈസ ഉണ്ടാക്കാൻ അതെ. നടക്കേടാ. എന്നായാലും ആരോട്ട് വരാനുണ്ടെന്ന് പറയുന്നത് ഞാൻ വരുന്നില്ല. ഒരു മീന്. ഓ അതൊന്നുമില്ലല്ലോ, വെട്ടാൻ പറ്റൂടി. എന്റെ ഫോൺ ഉണ്ടായിരുന്നോ, അത് പിടിച്ചു. വാ ഏട്ടാ. ഞാൻ വരുവാണ്. കൂട്ടിട്ട് ഞാൻ വന്നേക്കാം. എടി എടി ആ എടി വണ്ടിയേ ചേട്ടാ കാറെന്ത് അപ്പം ഇല്ല. എൻ്റെ കയ്യിലുണ്ട്. ചേട്ടന്റെ വാഹനം എന്ത്? വണ്ടി മാറും. വണ്ടി മാറാനോ? ആറ് വണ്ടി വണ്ടി കൊണ്ട് മാറും. അതല്ല ചോദിച്ചേ, നമ്മുടെ ഇവിടുത്തെ വണ്ടി എന്ത് ചെയ്യാന്ന് ചോദിച്ചേ. സ്കൂട്ടറോ? വാഗണർ. കുഴപ്പമുണ്ടായിരുന്നോ? അവിടെ ഇത് കണ്ടടി. കൺഗ്രാറ്റുലേഷൻ. അറിഞ്ഞായിരുന്നു. അല്ലാത്തപ്പോ ഇത് വേണ്ട. അവിടെ അല്ലേ നമ്മള്? അവിടെ അല്ലല്ലോ, അപ്പുറത്തല്ലേ? ഓ അല്ലാതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇവിടുന്ന് അങ്ങ് മുട്ടുമൺ വരെ പോയി. ഓ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു നന്നായി. ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നേരത്തെ അറിയത്തില്ലായിരുന്നല്ലേ? ഇവിടെ നമ്മുടെ അപ്പുറത്ത്. പക്ഷെ അവരുടെ ഫ്ലാറ്റിലാണ് ഇച്ചിരി വലിപ്പമുണ്ട്. നമുക്ക് ഇതേ കിട്ടിയുള്ളൂ. അന്നേരം ഇതേ ഉള്ളായിരുന്നു വേക്കൻറ്റ്. എന്തായാലും മതി. ഇതൊക്കെയാണ്. നമുക്ക് ഇത്ര നടന്നു വന്നപ്പോൾ ചോറുണ്ടാവുന്നു. അല്ലെ മറ്റേ കൊച്ചെന്തേ എന്നാ അപ്പം ഇല്ല. പെണ്ണുങ്ങൾ കയറിയില്ല ഇതുവരായിട്ട്. എന്റെ കയ്യിലെത്താപ്പോ ഞാൻ വിചാരിക്കണം നിങ്ങൾ അകത്ത് കയറും. നിനക്കത് വേണോടി പൊന്നി, നിനക്കത് വേണം. നിനക്കിത് തന്നെ വേണോടി. വരുന്നുണ്ടോ? ആ വരുന്നുണ്ടടി, പുറകെ വരുന്നുണ്ട്. അത് അവിടെ കേട്ട് അവള് പൂട്ടിയടി. നിന്റെ അല്ല എടി, ഒന്നും അറിയാത്ത മുട്ടിപ്പരുവേ. ഓ അന്നത്തെ അത് ഞാനുള്ളപ്പോഴല്ല, ഞാൻ പോയി കഴിഞ്ഞ് തീർത്തോ. അമ്മേ എന്നാ നിന്റെ നീ എന്റെ പുടവ തരുന്നതാണോ കുഞ്ഞമ്മേ? എന്താ കൊച്ചിൻ്റെ ഒരു ആഗ്രഹം. ടൈമായില്ല.